അപ്പോൾ ബണ്ണിന് വേണ്ടി മാത്രമായിട്ട് ഒരു കട കോഴിക്കോട് കൊറിയൻ ബണ്ണും ചോക്ലേറ്റ് ബണ്ണും തുടങ്ങി ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ബണ്ണ് സെർവ് ചെയ്യുന്ന ഒരു കിഡിലൻ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കോഴിക്കോട് അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്ക്ലൂസീവ് ആയിട്ട് ബണ്ണിന് വേണ്ടി മാത്രം ഒരു കട. അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഓരോ ബണ്ണിനും. ഈ ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ബൺസ് ആണ്. ഓരോന്നിനകത്തും ഓരോ ഫില്ലിംഗ് ആണ്. ഏകദേശം ഒരു 20ഓളം ടൈപ്പ് ബണ്ണുണ്ട് കേട്ടോ ഇവിടെ. ബണ്ണ് മാത്രമല്ല, ബ്രെഡ്, ഡോണറ്റ്സ് തുടങ്ങി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എല്ലാ ഐറ്റംസും അന്നന്ന് ഫ്രഷ്ലി ബേക്ക് ചെയ്യുന്നതാണ് ഇവിടുന്ന് തന്നെ കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പറഞ്ഞാൽ ഒരു ദിവസം ഇതിലൂടെ പോകുമ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ടാണ് ഒന്ന് കയറി നോക്കുന്നത് വിചാരിച്ചത്. അപ്പൊ ഫസ്റ്റ് ടൈം കയറുമ്പോൾ എന്താ ഇവിടുത്തെ മെയിൻ സാധനം എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ബട്ടർ ബണ്ണ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ബട്ടർ ബണ്ണ് ഓർഡർ ചെയ്ത് ഒരു ഹേസൽനട്ടിന്റെ ബണ്ണാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ദിവസം വന്ന് അന്നാണ് അവിടുത്തെ എല്ലാ മെയിൻ ഐറ്റംസും ഞങ്ങളൊന്ന് ട്രൈ നോക്കിയത്. ഹേസൽനട്ടും ബട്ടർ ബണ്ണും ന്യൂട്ടല്ലേന്റെ ബണ്ണും പിന്നെ ഒരു കൊറിയൻ മിൽക്ക് ബൺ ഉണ്ട്. അതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. സാധാരണ നമുക്ക് ന്യൂട്ടല്ല ബണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുമ്പോൾ ഒരു ചെറിയ മലിക്കടിക്കുന്ന പോലെയോ പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ ഈ മസ്താവൂലെ കലക്കി പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ കൊറിയൻ ബണ്ണിന് വലിയ മധുരമൊന്നുമില്ല കേട്ടോ. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഇത് കുറെ എണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാന്ന് വെച്ച് ഞങ്ങളൊരു ചിക്കൻ ടിക്ക ബണ്ണും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും കഴിച്ചു. ലോഡഡ് ഫ്രൈസ് ഒരു നോർമൽ സാധനമാണ്, പക്ഷെ ചിക്കൻ ടിക്ക ബണ്ണും അതും കിഡിലാണ്. ഈ മധുരം കഴിച്ച് മത്താവുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ അതിനും ഓപ്ഷൻ അവിടെ ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കാണ്. ദിവസം എത്ര പേരാന്നറിയോ സ്പെഷ്യൽ ബൺസ് കഴിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് വരുന്നത്. എനിക്ക് ആകെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവർക്ക് ഉണ്ടാക്കിയിരുന്നു. കാരണം നല്ല തിരക്കുണ്ട്, എപ്പം പോയാലും തിരക്കാണ്. അപ്പൊ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. മധുരം മാത്രമല്ല കേട്ടോ, അവിടെ ഞാൻ പറഞ്ഞില്ലേ മധുരം അല്ലാത്ത സാധനങ്ങളും ഉണ്ട്. പാവ് ഭാജിയൊക്കെ ഉണ്ട് കേട്ടോ. പാവ് ഭാജിയൊക്കെ അടിപൊളിയാണ്.